അമ്മതൻ പൊന്നുണ്ണിക്ക് അമ്മിഞ്ഞം പാലാമൃതം. ഒരു പഴഞ്ചൊല്ല് പോലെ നാം നിരന്തരം കേൾക്കുന്ന വാക്യം. ഒരമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണം, അതേപോലെയാണ് നമ്മുടെ ടോമി ചേട്ടൻ കൃഷിയെയും കൃഷി ഉൽപ്പന്നങ്ങളെയും പരിപാലിക്കുന്നത്. സുഹൃത്തുക്കളെ, അടിപൊളി മഴ പെയ്തത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചവിട്ടി കൂട്ടാൻ പറ്റില്ല. എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് പണിയനെ. വളട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ കണ്ടു. വളട്ടത് 15 ദിവസത്തിനകത്ത് ഇതിൻ്റെ വിളവെടുപ്പ് ആരംഭിക്കും. വിളവെടുപ്പുണ്ട്, പക്ഷെ എന്നാലും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. അപ്പം നിങ്ങളൊരു കാര്യം കാട്ടിത്തരാൻ വേണ്ടിയാണ്. ഇതേ കണ്ടോ, ഇത് വളടാൻ വേണ്ടി നിങ്ങൾ മടക്കി വെച്ചതാണ്. എടുത്ത് വെക്കാൻ ഇപ്പോൾ ഈ മഴ പെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെ വലിച്ചു കൂടാൻ പറ്റില്ല. എന്നാലും ഇതേ അപ്പോൾ നിങ്ങളൊരു കാര്യം കാട്ടി തരുന്നതിന് വേണ്ടിയാണ് ഇത് ഈ വീഡിയോയിലേക്ക് വന്നേക്കണം. എന്താണെന്ന് വെച്ചാൽ പൂവണി കാണണത് കേട്ടോ. കുമ്പളങ്ങാവാനാ പോണെ. വെറുതെ പറയുന്നതല്ല ടോമി. അതായത് തണ്ടിന്റെ കടുത്ത് കണ്ട വെറുതെ പോയി വേറെ പോവും കേട്ടാ. വേറെ പോവും കേട്ടാ. എനിക്ക് നിങ്ങളോട് വെറുതെ പറഞ്ഞില്ല. ഇതിപ്പോൾ എന്താ വില എന്നറിയോ 1 കിലോത്തിന്? ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനല്ലാട്ടാ കുമ്പളങ്ങയ്ക്ക്. വേറെ നോക്കിയില്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അതേണ്ട പേത്തലയിലാണ് ഇതിവിടെ വിൽക്കുന്ന സമയം കഴിഞ്ഞു, വിൽക്കുന്ന സമയം കഴിഞ്ഞു പോയി. എന്നാലും ഞാൻ അത് കേടുവരെ ഒടുക്കി പോകും. എന്നാലും ഇത് എടുത്ത് വെക്കുന്ന കാണണം. അതുകൊണ്ടോ അല്ലാണ്ട് അവിടേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് മുമ്പ് ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നിറച്ച് കാടാ. ആ കാറ്റ് മിഷീൻ അടിച്ചാലും ആ വണ്ടി പോവില്ല. ഇപ്പം കുമ്പളങ്ങി ഇതാവേണ്ട സമയമായി. ഇതാ ഇത് വെക്കാൻ സമയക്കുറവുണ്ട്. അതെ വളപ്പടി പുറത്തേക്ക് വരും. അതെ ഇതാ വളം പുറത്തേക്ക് വരണണ്ട. ഇതിൻ്റെ അടിയിലേക്ക് നോക്കി, ഇതിൻ്റെ അടിയിലേക്ക് നോക്ക്. അല്ല വളം പൊക്കി വരണണ്ട. ഇപ്പം ഇട്ട വള വേണ്ട, വളം വന്നാണണ്ട. ഇതിലിത് കാണാൻ കണ്ടോ. ഞാൻ എടുത്ത് വയ്ക്കണം. വലിച്ച് തൗളിയാവണം. വേറെ നോക്കിയില്ല, വേറെ നോക്കിയില്ല. ഇത് കണ്ട് പഠിക്കുക. അല്ല മൊത്തം സമയം കഴിഞ്ഞു. എന്നാലും എടുത്തു
ടോം ചേട്ടാ, ഈ വെണ്ടയ്ക്ക ഇത്ര ആയില്ലേ? ഇപ്പോൾ ഇത് രണ്ടാമത്തെ വളം അല്ലേ? ഈ മഴയൊക്കെ ചേട്ടന് ഈ കൃഷിക്ക് വല്ല പ്രശ്നം സംഭവിച്ചോ? ആ, പുതിയതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൃഷി ഇറക്കിയേക്കാം. ഇതിലത്തെ കാട് മൂടൊക്കെ വെട്ടി ഇതിൽ കൃഷി ഇറക്കിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് ചരല് ഭൂമിയാണ്, ഒക്കൊമ്പറാണ്. അപ്പൊ അതിന് പുതിയ കൃഷി ഇറക്കിയിരിക്കുന്നു. അതിന്റെ മരങ്ങളൊക്കെ വെട്ടി ഇത് കഴിയുമ്പോഴേക്കും ഇതിന്റെ നാണ്ടാന്ന ഭാഗം, കുത്തണ ഭാഗം നിങ്ങൾക്ക് കാട്ടി തന്നിരും. ഒരു മാസം മുന്നേ നിന്റെ വീഡിയോ നിങ്ങളെ കാട്ടി തരും. വീണ്ടും നിങ്ങളെ കാട്ടി തരുന്നത് ഇത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, കണ്ടു പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതൊരു വളം കഴിഞ്ഞു, 2 വളം കഴിഞ്ഞു, ഇനി ഇതും പൊട്ടിയാലോ ഉണ്ട്. ആ പൊട്ടിക്കാൻ വരാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് ഒരു കട 2 കടയല്ല സുഹൃത്തുക്കളെ. 1 ഏക്കർ സ്ഥലം മൊത്തം പടവലും അല്ല കുമ്പളവും വെണ്ടയാണ്. ഓണത്തിന് ഉത്സവം ആരംഭിക്കാറായി, കൊടി കെട്ടാൻ പോകണം. അധികം വൈകാതെ കൊടി കെട്ടി, ഒരു 15 ദിവസം എനിക്ക് കൊടി കെട്ടി ഉത്സവം ആരംഭിക്കും. അപ്പോൾ വിളവെടുപ്പ് ആരംഭിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ വിളവെടുപ്പുണ്ട്, ഞാൻ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ടാകുന്ന നിങ്ങൾ അപ്പോൾ തന്നെ കാട്ടി തരുന്നതായിരിക്കും. വെണ്ടത്തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്, വെണ്ടയിലും കുമ്പളത്തിൻ്റെ ഇടയിലാണ്. പൊട്ടിക്കുന്ന ഭാഗം നിങ്ങളെ കാട്ടി തരുന്നുണ്ട്. പൊട്ടിച്ച് തുടങ്ങി, എന്നാലും പൂർണ്ണമായിട്ടായിട്ടില്ല, കുറച്ച് ദിവസം ആരംഭിക്കും. ഉള്ളവരെ, ഇന്നത്തെ വീഡിയോ മഴയാണ്. അപ്പം അതിൻ്റെ പേരിൽ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ടേ ചൊറിഞ്ഞിട്ടും കടിച്ചിട്ടും പാണ്ടാവില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചവിട്ടി കൂട്ടിയോ വളർത്തണമെന്നാണ്. വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്കിത് കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.